നമസ്കാരം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്തതുപോലെ എന്തെങ്കിലും ബംഗ്ലാദേശിനോട് ചെയ്യും. നരേന്ദ്രമോദി പിന്തുടരുന്ന കർക്കശമായ നയം നോക്കുമ്പോൾ ഒഴിവാക്കി വിടുമെന്ന് തോന്നുന്നില്ല. മോദിയുടെ കർശന നിലപാടുകളെ, ഇന്ത്യയുടെ കരുത്തിനെ, തിരിച്ചടിക്കാനുള്ള കഴിവിനെ മുൻനിർത്തി ജാഗ്രത നിറഞ്ഞ ഈ വാക്കുകൾ മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി അടുത്ത ബന്ധമുള്ള നജാം സേഥിയുടേതാണ്. ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാട് തുടർന്നാൽ ബംഗ്ലാദേശിന് നേരെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന് പാക് മാധ്യമ പ്രവർത്തകനും നിരീക്ഷകനുമായ നജാം സേഥി പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വന്ന തിരിച്ചടിയുടെ ആഴം വ്യക്തമാക്കിക്കൊണ്ടാണ് നിർദ്ദേശം നൽകുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള സമീപകാല പ്രസ്താവനകളെ ഇന്ത്യ അവഗണിക്കില്ല എന്നും നേരത്തെ പാകിസ്ഥാനോട് ചെയ്തതുപോലെ ഇന്ത്യക്ക് പ്രതികരിക്കാൻ സാധിക്കുമെന്നും സേഥി പറഞ്ഞു. ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് തുടർച്ചയായി പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുകയും അതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ മാതൃകയിലുള്ള ഒരു സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്യന്തം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി. ഇത് വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു സൈനിക സംഘർഷമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ താൽപര്യങ്ങൾ, പ്രാദേശിക സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, മനുഷ്യാവകാശങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ഒരു ബോംബായി പൊട്ടിത്തെറിക്കുന്ന ഒരു ഭീഷണിയായി ഇത് മാറും. ക്ഷമയുടെ നെല്ലിപ്പലക പോലും തകർന്ന് ഇന്ത്യ പ്രതികരിച്ചാൽ എന്താവും സംഭവിക്കുക എന്നത് ദീർഘവീക്ഷണത്തോടെ വിലയിരുത്തേണ്ടത്. ഇന്ത്യ ഒരു ആക്രമണാത്മക രാജ്യമാണെന്നോ യുദ്ധം ആഗ്രഹിക്കുന്ന ശക്തിയാണെന്നോ പറയാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ ദേശീയ സുരക്ഷ, അതിർത്തികളുടെ അഖണ്ഡത, പൗരന്മാരുടെ ജീവൻ എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ ഇന്ത്യ കൈകെട്ടി നിൽക്കില്ല എന്നതാണ് ചരിത്രം പലതവണ തെളിയിച്ച സത്യം. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു നിർണായക നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ പശ്ചാത്തലത്തിൽ തന്നെ വായിക്കേണ്ടതാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതൃത്വവും ശക്തമായ ഭരണഘടനയും നിയമവാഴ്ചയും ചേർന്നതാണ് ഇന്ത്യയുടെ ആത്മാവ്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലൂടെയും തന്റെ കരുത്തു തെളിയിച്ച രാജ്യമാണെന്ന് സമീപകാല ചരിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഭീകരവാദം അതിർത്തികൾ കടന്ന് ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ തുടർച്ചയായി പ്രകോപനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കൃത്യവും പരിമിതവുമായ മറുപടി നൽകാൻ കഴിവുള്ള രാജ്യമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സമീപനം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. വർഷങ്ങളോളം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം, സൈനികർക്കും സാധാരണ പൗരന്മാർക്കും നേരെയുള്ള ആക്രമണം, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടം അവസാനിച്ചത് മോദിയുടെ നേതൃത്വത്തിലായി. ഉറപ്പുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും സൈന്യത്തിന് നൽകിയ സ്വാതന്ത്ര്യവും ചേർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിന്റെ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കാൻ തുടങ്ങി. സർജിക്കൽ സ്ട്രൈക്കും പിന്നീട് നടന്ന ശക്തമായ പ്രത്യാക്രമണങ്ങളും ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി. ഇത് വെറും ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല. ഇന്ത്യയെ ലഘുവായി കാണാൻ പാടില്ല എന്ന സന്ദേശം ലോകത്തിനാകെ നൽകുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു. ഇതേ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ചർച്ചകളും കാണേണ്ടതാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. സാംസ്കാരികമായും ചരിത്രപരമായും സാമ്പത്തികമായും ഇന്ത്യയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന രാജ്യം. എന്നാൽ അടുത്ത ഘട്ടങ്ങളിൽ അവിടെ നിന്നുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും അതിർത്തിയോട് ചേർന്നുള്ള പ്രകോപനങ്ങളും ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കുന്നതായി മാറിയിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ അതീവ സംയമനത്തോടെ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. നയതന്ത്ര ചർച്ചകൾക്കും സൗഹൃദ ബന്ധങ്ങൾക്കും ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊരു പരിധിയുണ്ടെന്ന സത്യം മറക്കാനാവില്ല. ഇന്ത്യ കടന്നാക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. അതൊരു അധിനിവേശ യുദ്ധമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തകർക്കാനുള്ള ശ്രമവുമാകില്ല. ഇന്ത്യയുടെ സൈനിക സിദ്ധാന്തം തന്നെ അത്രയും ഉത്തരവാദിത്വപരമാണ്. ഭീഷണികളെ നിർവീര്യമാക്കുക, അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യയുടെ പൗരന്മാരെ സംരക്ഷിക്കുക, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് കൃത്യമായ ലക്ഷ്യങ്ങളോടെയും പരിമിത സമയപരിധിയോടെയും നടപ്പാക്കുന്ന ഉയർന്ന സാങ്കേതിക വിദ്യയും ഇന്റലിജൻസും ഉപയോഗിച്ചുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും. ഇന്ത്യയുടെ സൈന്യം എന്ന ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണൽ സേനകളിൽ ഒന്നാണ്. അത് മോദി സർക്കാരിന്റെ നയപരമായ പിന്തുണയാൽ കൂടുതൽ ശക്തിപ്പെട്ടിച്ചുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറിമറിയും. ഇന്ത്യയുടെ ശക്തി വെറുമൊരു പ്രാദേശിക ശക്തിയായി മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി വീണ്ടും അംഗീകരിക്കപ്പെടും. നരേന്ദ്രമോദിയെ പറ്റി പറയാതെ ഇന്ത്യയുടെ ഇന്നത്തെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആത്മവിശ്വാസമുള്ള, സ്വയം പര്യാപ്തമായ, ലോകത്തോട് തുല്യനിലയിൽ സംസാരിക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. സൈന്യത്തിന് നൽകിയ ആദരവും നവീകരണവും, നയതന്ത്ര രംഗത്തെ ധൈര്യവും വ്യക്തതയും, ദേശീയ താല്പര്യങ്ങളെ കുറിച്ചുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും, ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയെ വെല്ലുവിളിക്കാമെന്ന തെറ്റായ ധാരണ ആരെങ്കിലും പുലർത്തുന്നുവെങ്കിൽ പാകിസ്ഥാൻ നേരിട്ട അനുഭവം തന്നെ ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. ഇന്ത്യയുടെ ശക്തിയെ യുദ്ധത്തിന്റെ ഭാഷയിൽ മാത്രം അളക്കുന്നത് തന്നെ അപൂർണമായിരിക്കും. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ആത്മനിയന്ത്രണത്തിലാണ്.
അവസാനം വരെ സമാധാനത്തിനായി ശ്രമിക്കുകയും എന്നാൽ അതിനപ്പുറത്ത് രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിർണായകമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു മഹാരാജ്യത്തിന്റെ സ്വഭാവമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് അതിന് കഴിവുണ്ട്. കാരണം ഇത് മോദിയുടെ ഇന്ത്യയാണ്. ശക്തവും ശാന്തവും സഹിഷ്ണുതയും ശക്തിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പുതിയ ഭാരതം.